ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഴലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. കുഴലപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടി. അപ്പം, ഇടിയപ്പം, പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ചെറിയൊരളവിലാണ് കാണിക്കുന്നത്. വറുക്കാത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ടെടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു തേങ്ങാക്കൂട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ കൂടി പോവണ്ട, ഇത്രയും തന്നെ ചേർത്താൽ മതിയാവും. പിന്നീട് ഇതിലേക്ക് 4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 2 ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. തേങ്ങ കുറവായതുകൊണ്ട് അരഞ്ഞു കിട്ടാൻ കുറച്ച് പാടായിരിക്കും. നമ്മളെ കൊണ്ട് എത്രത്തോളം അരച്ചിട്ടെടുക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാദ്യം ഞാനൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കടായിലേക്ക് അങ്ങ് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. അതായത് അരിപ്പൊടിയുടെ വറവിൻ്റെ അനുസരിച്ചിട്ട്. അപ്പം വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതാദ്യം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ഇപ്പം നമുക്ക് കുഴച്ചിട്ടെടുക്കാൻ പറ്റത്തില്ല, നല്ല ചൂടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതിയാവും. എന്നിട്ടിത് നന്നായിട്ടങ്ങ് കുഴച്ചിട്ടെടുക്കാം. ഇപ്പോഴും ചൂടുണ്ട് കേട്ടോ, കൈ പൊള്ളിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുഴച്ചിട്ടെടുക്കുമ്പം കുറച്ചുകൂടി വെള്ളം ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ആ ഒരു തവി വെച്ചിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ടും കുഴച്ചിട്ടെടുക്കാം. നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം കേട്ടോ. ചെറിയൊരു ചൂടോടുകൂടി തന്നെ കുഴച്ചിട്ടെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കുഴച്ചിട്ടെടുക്കുമ്പം നമുക്ക് അറിയാൻ പറ്റും വെള്ളത്തിൻ്റെ ആ ഒരു അളവ്. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് വേണ്ടത്, ഒരുപാട് സോഫ്റ്റ് അല്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മാവ് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ കുഴച്ചിട്ടെടുക്കുന്നു, എത്രത്തോളം സോഫ്റ്റ് ആക്കുന്ന ആ ഒരു മാവ്, അതനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ഒരു കുഴലപ്പം റെഡിയായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. ഒരു 5-6 മിനിറ്റൊക്കെ എടുത്ത് നല്ല രീതിയിൽ സോഫ്റ്റാക്കി കുഴച്ചിട്ടെടുക്കുക കേട്ടോ. വെള്ളം കൂടുതൽ ചേർത്തല്ല സോഫ്റ്റ് ആക്കേണ്ടത്, അല്ലാതെ നമ്മൾ കുഴച്ചിട്ടാണ് സോഫ്റ്റാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം. ഇങ്ങനെ കുഴച്ചിട്ടെടുക്കുമ്പോൾ കയ്യിലൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, നമുക്ക് അപ്പം തന്നെ റെഡി ആക്കിയിട്ട് തുടങ്ങാം. ഇതിൽ നിന്നും കുറച്ച് പോർഷൻ എടുത്തിട്ട് ഞാനൊരു ബോൾ പോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു മാവൊന്ന് അടച്ച് വെക്കാം, അല്ലെങ്കിൽ ഇതങ്ങ് ഉണങ്ങിപ്പോവും, ഡ്രൈ ആയിട്ട് പോവും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക, ബാക്കി വരുന്ന മാവ് എപ്പോഴും അടച്ച് വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ചിട്ടാണ് വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഉരുള അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മറ്റേ വാഴയിലയും കൂടി എടുത്തിട്ടൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ടൊരു കട്ടിയുള്ള പ്ലേറ്റ് മുകളിലേക്ക് വെച്ചിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. അതിനുശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഷേപ്പ് ചെയ്തിട്ടെടുക്കണമെന്ന് നിർബന്ധമില്ല, ഞാനിവിടെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കുന്നത്. അതിനുശേഷം ഇത് നമ്മുടെ ആ ഒരു വിരലിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പം ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരെണ്ണം കൂടി തയ്യാറാക്കി എടുക്കുന്നത് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു വാഴയില തന്നെ ഉപയോഗിക്കണം എന്നില്ല കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം.
പൂരി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടും ഇങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കാം. അതുപോലെ തന്നെ ചപ്പാത്തി പലകയിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് റോൾ ചെയ്തിട്ടും ഇങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഒരുപാടെണ്ണം ഒരുമിച്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലകയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് കുറച്ച് വലിയൊരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പം ഒരു തവണ തന്നെ കുറേ എണ്ണം കിട്ടും. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. അതുപോലെ തന്നെ ഈ ഒരു കുഴലപ്പത്തിൻ്റെ വലിപ്പവും നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുക കേട്ടോ. ഞാനിവിടെ ചെറിയ കുഴലപ്പമാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാദ്യം ഞാനൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് എല്ലാതും കൂടി ഒരുമിച്ച് തയ്യാറാക്കിയിട്ട് അല്ല ഞാനിത് വറുത്തിട്ടെടുക്കുന്നത്. ഓരോ തവണയായിട്ടാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഒരുമിച്ച് തയ്യാറാക്കി വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ബാക്കി വരുന്ന മാവുണ്ടല്ലോ അത് കളയണ്ട. അതൊന്നും കൂടി കുഴച്ചിട്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മാവൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ അതിങ്ങനെ പൊങ്ങി മുകളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഓയിൽ ചൂടായിട്ടുണ്ടെന്നാണ്. നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന ഓയിലിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് മീഡിയത്തിൻ്റെയും ഹൈയുടെയും ഇടയിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇട്ട വശം തന്നെ ഇളക്കാനൊന്നും പോകരുത് കേട്ടോ. കുറച്ച് സമയത്തിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഒരിത്തിരി നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നിടം വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും ഒന്ന് ചേഞ്ച് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നീട് നമ്മൾ പരത്തിയിട്ട് എടുക്കുമ്പം തീരെ നൈസായിട്ട് പരത്തിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആ ഒരു ഷേപ്പ് അങ്ങ് പോകും, പതുങ്ങിപ്പോവും. കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുമ്മള കണക്ക് ഇതിൽ വരത്തില്ല. ആ ഒരു ഇത് വരുത്തതുമില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. കുഴയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിനി ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ കുഴലപ്പമൊക്കെ ഇവിടെ നിന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു എണ്ണയുടെ ആ ഒരു പതയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഒരു ഹൈയിലേക്ക് മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇത് ഈ ഒരു കളറിലിരിക്കുന്നെങ്കിലും ഇത് എടുത്ത് കുറച്ച് നേരം നമ്മൾ പുറത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും കളർ കുറച്ചുകൂടി വരും കേട്ടോ. കുറച്ചുകൂടി ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതാ ബാക്കിയുള്ള എല്ലാ കുഴലപ്പവും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് ഞാനൊന്നും പൊട്ടിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എണ്ണയുടെ ചൂടും ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള കുറേ റെസിപ്പീസ് ഉണ്ട് കേട്ടോ, സ്നാക്സ് റെസിപ്പീസൊക്കെ. അപ്പോൾ എല്ലാവരും കയറി കണ്ട് നോക്കണേ. അതുപോലെ തന്നെ ഓണം റെസിപ്പീസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്ലേലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു ഓണത്തിന് കുറച്ച് പേർക്കെങ്കിലും അതൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് നോക്കി സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.